അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു ഡേ മൊത്തത്തിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കണേ. ഇതിൽ ഒരുപാട് വിശേഷങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ദിവസത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ നല്ല നല്ല റെസിപ്പീസും ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കണ്ടുവെക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റും ആണ് കേട്ടോ വീഡിയോ റീച്ച് ആക്കുക. അപ്പോൾ എന്തായാലും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ കേട്ടോ, ആ ഒരു ബെല്ലൈക്കണം കൂടി പ്രസ് ചെയ്യുക. അതിൽ ഓളെന്ന ഓപ്ഷൻ വരുമ്പം അത് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുക കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് 10,000 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇപ്പോൾ ഒരു 4-5 മാസമായിട്ട് ഞാനിപ്പോൾ കുറച്ച് 1-2 വർഷത്തിന് ശേഷമായിട്ട് ഇപ്പോൾ 4-5 മാസമായിട്ടുള്ള വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടിനും ഓരോ ലൈക്കിനും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണേ. അതുപോലെ ആരോ കമൻറ്റ് കണ്ടിട്ടുണ്ട് അതിന് ഡെയിലി വ്ളോഗ് ചെയ്യോ, ഡെയിലി വീഡിയോ ചെയ്യുന്നൊക്കെ. പക്ഷേ എന്തായാലും അതെന്ത് നടക്കും തോന്നിയില്ല. കാരണം ഡെയിലി ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് തന്നെ അത്രയും, കാരണം നമ്മൾ വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ തീരെ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആഴ്ചയിൽ ഒരു 3 വീഡിയോ എങ്കിലും ഇടാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കഴിയുന്ന പോലെ ഞാൻ വേഗം തന്നെ വീഡിയോ ഇടാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പൂരിയും പച്ചക്കറി കുറുമയില്ലേ അതായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം പൂരിൻ്റെ റെസിപ്പി ഞാൻ കുറച്ച് മുന്നേ ഒരു പാർട്ടി വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽഡ് ആയിട്ട്. എണ്ണയൊന്നും കുടിക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി എങ്ങനെ കിട്ടാന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല എണ്ണയൊന്നും കുടിക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി കിട്ടും കേട്ടോ. വേറെ പണിയൊന്നുമില്ല. എന്താ പറയുക, ഗോതമ്പും മൈദയും ഏകദേശം പകുതി അങ്ങനെ എടുത്തിട്ട് സാധാ പച്ചവെള്ളത്തിൽ കുറച്ച് ടൈറ്റായിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ കുറച്ച് ലൂസിലൊക്കെ എടുക്കുമ്പോൾ എണ്ണ കുടിക്കുക. നല്ല ടൈറ്റായിട്ടൊക്കെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് എണ്ണയൊന്നും കുടിക്കില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി തന്നെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ അടിപൊളിയായിട്ടുള്ള ഒരു വെജിറ്റബിൾ കുറുമയാട്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല, കാണിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ പിന്നെ ലേറ്റായി പോയി. എന്തായാലും വീഡിയോ എടുക്കൽ രാവിലെ നടക്കുന്നേ ഇല്ല, കാരണം കുറേ ടൈം വേണ്ടി വരുമല്ലോ അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ, ഞാൻ വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അപ്പം ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ എനിക്കിന്ന് കുറച്ച് കൂടുതൽ തന്നെ പണിയുണ്ട്, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്തായാലും ഞാൻ ചോറുണ്ടാക്കുന്നില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും ഞാൻ ഉച്ചയ്ക്ക് ചോറുണ്ടാക്കലില്ല കേട്ടോ. കാരണം രാവിലത്തെ ഫുഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെയാണ് കഴിക്കുക. എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കാറില്ല. ആഴ്ചയിൽ 1-2 വട്ടം അങ്ങനെ ഉണ്ടാക്കാറുള്ളൂ. കാരണം കുട്ടികൾ വന്നാൽ കഴിക്കൂല, ചായയോ എന്തെങ്കിലും സ്നാക്സ് അങ്ങനെ എന്തെങ്കിലും ആക്കൽ. അതുകൊണ്ട് അതിന് ചോറാക്കലില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള പണിയൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ ഈ പ്ലാൻസൊക്കെ കുറേ ആയിട്ടാ ഇങ്ങനെ എന്താ പറയുക ഒന്നും ശ്രദ്ധിക്കലേ ഇല്ല. ഓരോ കല്യാണവും കാര്യങ്ങളും പരിപാടിയൊക്കെ ആയിട്ട് പിന്നെ ഈ വീഡിയോ എടുക്കൽ എങ്ങനെയൊക്കെ ആയിട്ട് പ്ലാൻസ് ഒന്നും ചെയ്യും, വെള്ളമൊഴിച്ച് കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ നമ്മളത് ആ ഇല എന്താ പറയുക കുറച്ച് വാടിയ ഇല മാറ്റി അങ്ങനെയൊന്നും ഞാൻ ചെയ്യാത്ത കുറേ ആയി. അപ്പോൾ അതൊക്കെ ഇന്നൊന്ന് നല്ല നീറ്റാക്കി വെക്കാനുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക ആ ഇലയിലൊക്കെ എന്തായാലും പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ അതിന് ഇടയ്ക്കൊരു വെള്ളമൊക്കെ ആവശ്യമില്ലേ, നമ്മൾ അതിൻ്റെ വേരിൽ മാത്രമല്ലേ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അത് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലങ്ങനെ കൂടുതൽ വെള്ളമാവാൻ പാടില്ല കേട്ടോ. മണി പ്ലാന്റ് അല്ലേ, അപ്പോൾ കുറച്ച് മാത്രം ഇങ്ങനെ ഒന്ന് ഇറ്റിച്ച് കൊടുക്കുക മാത്രമേ ചെയ്യും. ലീഫൊക്കെ ഒന്ന് കഴുകിയെടുക്കുക അങ്ങനെ മാത്രം. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് ഫ്രഷായി വെച്ച് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക ഒരു സമാധാനമാണ്. കാണുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ് ആയിട്ടുണ്ടാകും കേട്ടോ ആ ഒരു പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യലുണ്ട്. ഇപ്പോൾ 2-3 ആഴ്ചയായി ഇതൊന്നും ചെയ്യാത്ത. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കട്ടെ.
വീഡിയോസിലൊക്കെ പറയാറുണ്ട്. കാരണം കുട്ടികൾ പോയി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ബുക്സും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് ബാക്കി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും കിച്ചനും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. അതുപോലെ ബെഡ് വിരിക്കാം, റൂം ക്ലീൻ ചെയ്യാം, അതൊക്കെ വീട് മൊത്തത്തിൽ രാവിലെ എന്താ പറയുക അവർ പോയി കഴിഞ്ഞപ്പാട് ഒക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാലാണ് ബാക്കി പണിയൊക്കെ ചെയ്യൽ. അങ്ങനെ ആകുമ്പില്ലേ നമുക്ക് പിന്നെ കിച്ചണിലെ പണി മാത്രം നോക്കിയാൽ മതി, ഒരു സമാധാനമാണ്. പിന്നെ ഞാനിങ്ങനെ ടേബിളും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ജനലി അങ്ങനെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഞാൻ ആഴ്ചയിൽ ഒരിക്കലും അങ്ങനെ, പക്ഷേ ഈ ടേബിളൊക്കെ ഡെയിലി ഇങ്ങനെ ക്ലീൻ ചെയ്യണമല്ലോ. എന്തായാലും ചായ കുടിച്ചതും ഫുഡ് കഴിച്ചത് എന്തെങ്കിലുമൊക്കെ ഒരു അടയാളെങ്കിലും ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഡെയിലി ഇങ്ങനെ തുടക്കലുണ്ട് കേട്ടോ. അത് കുറച്ച് ഡെറ്റോളും ഞാൻ ഇതിന് മുന്നേയുള്ള വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിന്, കുറച്ച് ഡെറ്റോളും ലിക്വിഡും അങ്ങനെയൊക്കെ ഇട്ടിട്ട് നല്ല സ്മെല്ലുണ്ടാവും. അന്നേരം വീട്ടിൽ കയറുമ്പോൾ തന്നെ വീട്ടിൽ മൊത്തം നല്ലൊരു സ്മെല്ലുണ്ടാവും ഡെറ്റോളൊക്കെ ഇട്ടിട്ട് തുടച്ച് കഴിഞ്ഞാൽ. അതുപോലെ ചെറിയൊരു എന്തെങ്കിലും ലിക്വിഡ് അങ്ങനെയൊക്കെ ഇട്ടിട്ട് അപ്പോൾ മൊത്തത്തിലൊന്ന് തുടച്ച് എല്ലാം ക്ലീനാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തോട്ടേക്ക് നോക്കിയേ വേണ്ടല്ലോ. അപ്പം എപ്പോഴും നല്ല പോസിറ്റീവായിട്ട് എന്താ പറയുക, നല്ല ഒരു ഫ്രഷ് ആയിട്ടുണ്ടാവും നമ്മളെ വീട് എപ്പോഴും. അപ്പം അങ്ങനെ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ ടൈമിൽ ഞാൻ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിത് മീഷോന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ചെറിയ എന്താ പറയുക, ചെറിയ റേറ്റിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് കേട്ടോ. 148 അങ്ങനെ ഉള്ളൂ. കാരണം ഇങ്ങനെ ഒരു കണ്ടെയ്നർ ഞാൻ കുറേ വിചാരിക്കുന്നത്. കാരണം ഫ്രിഡ്ജിൽ നമ്മൾ ഈ വെളുത്തുള്ളി, ഇഞ്ചി അതൊക്കെ ഓരോന്നിലാക്കിയിട്ട് വെക്കുമ്പോൾ അത് ഭയങ്കര, നമ്മളെന്തായാലും വെക്കും, എന്നാലും നമ്മളിത് തൊലിച്ചിട്ടൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പണി തീരുന്ന പോലെയല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ തന്നെ 4 ബോക്സായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ എന്തായാലും ഒന്ന് വാങ്ങിച്ച് നോക്കാം. റിവ്യൂ ഒക്കെ നോക്കിയപ്പം നല്ലതാന്ന് കണ്ടുകൊണ്ട് വാങ്ങിയതാണ് കേട്ടോ. പക്ഷെ നല്ല എന്താ പറയുക, ആ ഒരു പ്രൈസിന് ഭയങ്കര അഫോർഡബിളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇഞ്ചിയും വെളുത്തുള്ളി അതൊക്കെ നമ്മൾ ഇതിൽ പച്ചമുളക് അതൊക്കെ വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒരു ബോക്സ് മാത്രം എടുത്താൽ മതിയല്ലോ. നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് പണിയെടുക്കുമ്പോൾ മടിയുള്ള സംഭവമല്ലേ അതൊക്കെ. ഇഞ്ചി തൊലിക്കുക, വെളുത്തുള്ളി തൊലിക്കുക, അത് എന്തായാലും പിന്നെ വേറെ വേറെ ആക്കി വെക്കുക, അങ്ങനെ ഓരോ ബോക്സായിട്ട് എടുക്കണ്ടേ. അപ്പോൾ ഇതൊന്നിൽ തന്നെ ആകുമ്പോൾ ഞാനിത് കണ്ടപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്തതാണ്. കിട്ടിയപ്പോൾ നല്ല എന്താ പറയുക, നല്ലതായിട്ട് തോന്നിന് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട് സംഭവം. ഈ ഒരു പ്രൈസിന് നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ അതേ ഞാൻ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇങ്ങനെ വെക്കുന്നുണ്ട്. നല്ല എന്താ പറയുക, അടിപൊളിയല്ലേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ മേലെ തന്നെ കൊടുക്കുക. അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. പക്ഷേ ഞാനില്ലേ ഇപ്പോൾ ഇത് കണ്ടിട്ട് ഉമ്മാക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ ഈ 4 ബോക്സിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് പ്രോഡക്റ്റ് കഴിഞ്ഞെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഇതിൻ്റെ 6 പോർഷനായിട്ട് വരുന്നുണ്ട്. പക്ഷെ അത് കുറച്ച് ചെറുതായിരിക്കും അതിൻ്റെ ബോക്സ്, അതെനിക്കറിയില്ല, ഞാൻ നോക്കട്ടെ. ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്താ അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലോണം വിശക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും രാവിലെ പൂരി ആയതുകൊണ്ട് അത് പിന്നെ കഴിക്കലില്ല. ചപ്പാത്തി ആണെങ്കിൽ പിന്നെയും കഴിക്കും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഓവർനൈറ്റ് ഓട്സ് ആക്കൂലേ നമ്മൾ, അതുപോലെ ആക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ. അതുപോലെ നല്ല ഹെൽത്തി അല്ലേ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ രാത്രിയൊക്കെ നമ്മളാക്കി വെച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെക്കേണ്ടത് ഫ്രീസറിൽ വെച്ച് പോയി. എന്താ പറയുക, തൈര് അതാ ഇങ്ങനെ ആയിപ്പോയ കട്ടയായിട്ടുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല, ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് മെൽട്ടായിക്കോളും. അപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ 1 കപ്പ് പാലിൽ 1 കപ്പ് തൈര് ചേർത്തിട്ടാട്ടാ ചെയ്യണ്ടേ. ഇനി ഞാൻ ഇതിലോട്ട് 3 ടീസ്പൂണ് ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓട്സ് എത്രത്തോളം വേണം അത്രയും ഇട്ട് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിനനുസരിച്ചിട്ട് പാലും കൂടി കൂട്ടിയാൽ മതി. പിന്നെന്താ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നിറച്ച് ചിയാ സീഡ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ രണ്ടും കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഓട്സ് ഇതിൽ നന്നായിട്ട് തന്നെ കുതിർന്ന് നമ്മുടെ ആ പാലൊക്കെ ഒന്ന് എന്താ പറയുക ടൈറ്റായി വരും കേട്ടോ. ഇനി ഞാനിത് വേറൊരു ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കാനുണ്ട്. നിങ്ങൾക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് 2 ഈത്തപ്പഴം, വേറെ മധുരമൊന്നും ചേർക്കുന്നില്ല. പിന്നെ കുറച്ച് വാൾനട്ട്, അതുപോലെ കുറച്ച് 2-3 കാഷ്യൂ, പിന്നെ കുറച്ച് ബ്ലാക്ക് റൈസിൻസ്, പിന്നെ അത്തിപ്പഴയില്ലേ ഫിഗ്, അത് 2 ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പഞ്ചസാരൻ്റെ ആവശ്യമൊന്നുമില്ല, നല്ല മധുരമുള്ള ഈത്തപ്പഴമാണ്. അപ്പോൾ നല്ല എന്താ പറയുക, നല്ല മധുരം ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഹണി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഹെൽത്തി ആയിട്ടാണ് വേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്തോ. അപ്പോൾ ഞാനിങ്ങനെ ഉച്ചക്കൊക്കെ ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ സ്മൂത്തി ആക്കി കഴിക്കുക, അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ.
പിന്നെ രാവിലത്തെ എന്തെങ്കിലും ചപ്പാത്തി അങ്ങനെയുള്ള എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെങ്കിൽ അതന്നെ ഞാൻ കഴിക്കുക ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോറിനേക്കാളും മറ്റുള്ള ഫുഡിനേക്കാളും അടിപൊളിയല്ലേ, ഹെൽത്തി അല്ലേ. അപ്പോൾ ഇത് കഴിച്ചാൽ പെട്ടെന്ന് തന്നെ വയറ് ഫില്ലാവും ചെയ്യും കേട്ടോ. എന്തായാലും ഇത് കംപ്ലീറ്റ് എനിക്ക് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം 3 സ്പൂൺ ഓട്സ് എടുത്തില്ല. എന്നാലും നമ്മൾ കഴിക്കുമ്പോൾ ഇല്ലേ ഡ്രൈ ഫ്രൂട്ട്സും സംഭവങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ വയറ് നിറയും കേട്ടോ. അപ്പോൾ ഞാൻ കുളിയും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കഴിക്കുന്നത്. അപ്പോഴത്തേക്ക് ആ ഒരു ചിയാ സീഡും ഓട്സൊക്കെ നന്നായി കുതിർന്ന് എന്താ പറയുക നല്ല കട്ടിയായിട്ട് വരും കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെ കുറച്ചും കൂടി പാലൊഴിച്ചിട്ട് അങ്ങനെ പിന്നെ വൈകുന്നേരം ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്ത് എന്തായാലും ആ ഒരു ടൈമിലാണ് വെള്ളം നനയ്ക്കൽ. ഇപ്പോൾ മഴയൊന്നും ഇല്ലല്ലോ, അപ്പം എന്തായാലും ഡെയിലി ഇനിയിപ്പോൾ വെള്ളം നനക്കേണ്ട ആ ഒരു പണിയും കൂടി ഉണ്ട്. മഴത്ത് അത് നോക്കിയേ വേണ്ട, ഒരു സമാധാനമാണ്. പിന്നെ രാത്രിത്തെ ഫുഡ് ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ, വൈകുന്നേരം തന്നെ റെഡിയാക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ടർക്കിഷ് ചിക്കനായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കനിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂണോളം ചെറിയ ജീരകത്തിൻ്റെ പൗഡറും 1 ടീസ്പൂൺ നിറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ച് വെളുത്തുള്ളി ചതച്ചത്. നിങ്ങളുടെ കയ്യിൽ വെളുത്തുള്ളി എന്താ പറയുക ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോ കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ച് വിനാഗിരി, പിന്നെ 1 ടേബിൾ സ്പൂണോളം ഒറിഗാനോ, അതെന്തായാലും ചേർത്ത് കൊടുക്കണേ, അതാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൽ ഞാൻ 1 ടീസ്പൂൺ നിറച്ച് മറ്റേ ഇതില്ലേ ഫെനൽ സീഡ് വലിയ ജീരകത്തിൻ്റെ പൗഡർ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതെനിക്ക് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുളിയുള്ള തൈരാണെങ്കിൽ 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പുളിയില്ലാത്ത തൈരാണെങ്കിൽ 1/2 കപ്പ് വരെ ചേർത്ത് കൊടുത്തോ. അപ്പോൾ ഞാനത് പുളിയില്ലാത്ത തൈരാണ് കേട്ടോ, ഒരു കട്ട തൈരില്ലേ അത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ എന്താ പറയുക ലൂസാക്കിയിട്ട് ഇതിലോട്ട് 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പം ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കുക. ഞാൻ പെട്ടെന്ന് തന്നെ 1 അരമണിക്കൂർ കൊണ്ട് തന്നെ എടുത്തിട്ടുണ്ട്. എത്ര 2 മണിക്കൂർ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് സോസ് റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നിറച്ച് ബട്ടറില്ലേ അത് ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വൈറ്റ് സോസൊക്കെ ഉണ്ടാക്കുന്നില്ലേ ആ ഒരു സോസാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നന്നായിട്ട് തന്നെ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ആ ഒരു ബട്ടറിൽ കിടന്നിട്ട് ആ ഒരു വെളുത്തുള്ളിൻ്റെ നല്ലൊരു സ്മെല്ല് വരും, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നിറച്ച് മൈദയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു ബട്ടറിൽ കിടന്നിട്ട് ആ ഒരു മൈദയും ഈ ഒരു വെളുത്തുള്ളിയൊക്കെ ആ ഒരു പച്ച മണക്കം മാറുന്നവരെയുള്ള ആ ഒരു നല്ലൊരു സ്മെല്ലില്ലേ അത് വരുന്ന ടൈമിൽ ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. അപ്പോൾ ഞാനിതിൽ ഒരു 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ ഇനി ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുത്തു. അപ്പോൾ ഇതൊന്ന് കുറുകി വരും. നമ്മൾ നേരത്തെ ബട്ടർ ഇട്ട സമയത്ത് കൂടുതൽ ഫ്ലെയിം കൂട്ടി വെക്കണ്ട കേട്ടോ, ഒരു ചെറിയ എന്താ പറയുക ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബട്ടർ കരിയുന്ന സംഭവമല്ലേ. അപ്പോൾ ഇതിലോട്ടിനി കുറച്ച് ഉപ്പും കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ നിറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൽ 1 ടീസ്പൂൺ ഒറിഗാനോ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിന് മെയിനായിട്ട് വേണ്ടുന്നത് ഒറിഗാനോ ആണ്. അത് ഉണ്ടെങ്കിൽ എന്തായാലും അത് വെച്ചിട്ട് തന്നെ ചെയ്യുക, എന്നാലേ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ പിസ്സ ഒക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റില്ലേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവാൻ. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സോസ്. ഇതിലോട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സൊന്നും ഇടൂല കേട്ടോ, പക്ഷെ നമുക്ക് നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താമല്ലോ, ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കട്ടി തോന്നിയപ്പോൾ ഞാനൊരു 1/4 കപ്പ് ഇല്ല കേട്ടോ, അതിലും കുറവ്. ഇതെന്തായാലും തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി കട്ടിയാവും. അപ്പോൾ ഞാൻ 1/4 കപ്പിലും കുറവ് കുറച്ചും കൂടി നമ്മുടെ എന്താ പറയുക പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ലൂസാക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കസൂരി മേത്തി 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതും ഓപ്ഷണലാണ് കേട്ടോ, ഇത് ഞാൻ എൻ്റെ ആ ഒരു ടേസ്റ്റിന് വേണ്ടി ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതും കൂടി ചേർത്താൽ നല്ലൊരു നിങ്ങൾക്കറിയാലോ ഈ ഒരു കസൂരി മേത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ആ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് സോസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് അടുപ്പിലോട്ട് വെച്ചിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനില്ലേ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഓയിൽ മതി കേട്ടോ.
അത് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്നതും ഈ ഒരു പാനിൽ തന്നെയാണ് കേട്ടോ. അത് നിങ്ങൾ വേറെ ഏതിലാണോ സെർവ് ചെയ്യുന്നത് അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ കുറച്ച് കൂടുതലൊന്നും വേണ്ട, ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ചെറിയ ചെറിയ നിങ്ങൾക്ക് ബോൺലെസ് ആണ് ഇതിന് നല്ലത്, പക്ഷേ എനിക്ക് അത്ര ബോൺലെസ് ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ എല്ലോട് കൂടിയതും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബോൺലെസ് മതിയെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിൽ ബോൺലെസ് ശരിക്കും ചേർക്കുക, ഇറച്ചി പീസ് മാത്രം. അപ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു മസാലയും ഈ ഒരു ചിക്കൻ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളെല്ലാ മസാലയും തൈരൊക്കെ ചേർത്തിട്ട് ആക്കിയതല്ലേ. അപ്പം അത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് കൂടുതൽ എണ്ണയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ലേ ആ ഒരു സോസാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. സോസ് ഇങ്ങനെ കൂടുതൽ ടൈം ആക്കി വെക്കണ്ട കേട്ടോ, പെട്ടെന്ന് കട്ടിയായി പോകും. അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ഗ്യാസ് ഓൺ ചെയ്തിട്ട് കുറച്ചൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ അത് ലൂസായിക്കോളും. ഇനി ഇത് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനിലെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുക, കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റ് എന്നിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൽ ഗ്രേവി ഈ ഒരു സോസിൻ്റെ എന്തായാലും നല്ല ഗ്രേവി തന്നെ ഉണ്ടാവും, തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ആൾക്കാരൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ ഇത് നമ്മൾ ഫ്രൈ ആക്കിയിട്ടൊക്കെ സൈഡ് ഡിഷായിട്ട് എടുക്കൂലേ, അങ്ങനെ ആക്കിയാലും മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നമ്മൾ എന്താ പറയുക മൊസറല്ല ചീസില്ലേ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ ചേർത്തിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ചീസൊക്കെ മെൽട്ടായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ക്രീമി ആയിട്ടുള്ള നമ്മുടെ ടർക്കിഷ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലില്ലേ അതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എനിക്ക് മറന്നുപോയി, അത് ഞാൻ പിന്നെയാണ് ഓർത്തേ. അതിന് ശേഷം ഞാൻ ഇട്ട് കൊടുത്തേ. പിന്നെ അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. ഞാൻ പിന്നെ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തു. എന്നാലും ഇതിൻ്റെ മുകളിൽ മല്ലിയില ചേർത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് എന്തായാലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിവിടെ പൊറോട്ടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പൊറോട്ട ഉണ്ടാക്കിയല്ല കേട്ടോ, വാങ്ങിച്ചതാണ്. പിന്നെ ഉണ്ടാക്കാനൊന്നും എന്താ പറയുക ടൈമും കിട്ടിയിട്ടില്ല. പിന്നെ ആകെ ഒരു മടി വന്ന്, അപ്പോൾ പിന്നെ പൊറോട്ട വാങ്ങിച്ച്. അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ പൊറോട്ടൻ്റെ കൂടെ ഈ ഒരു കറി. അതെല്ലാം നമ്മളെ ബട്ടൂര് ചപ്പാത്തിക്കെല്ലാം നല്ല ടേസ്റ്റാണ്, നല്ല ക്രീമി ആയിട്ടുള്ള അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത്. അതുപോലെ ഇനിയുള്ള വീഡിയോസിൽ പുതിയ പുതിയ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.